ഹായ്. അപ്പം ഇന്ന് നമ്മൾ ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു കറിയാണ് കേട്ടോ. പപ്പടക്കറിയാണ് കേട്ടോ. പപ്പടം നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എണ്ണയിൽ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പച്ചമുളക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു തക്കാളിയുടെ ഒരു പകുതിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടത് നല്ലപോലെ തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മസാലയൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മസാലയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പിടാൻ പാടുള്ളൂ കേട്ടോ. നമ്മുടെ പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പപ്പടം കൂടി ഇട്ട് കൊടുക്കണേ. പപ്പടം കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് ചാറായിട്ടൊന്നുമല്ല കേട്ടോ, ചെറിയൊരു ഗ്രേവി പോലെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഉപ്പിടുമ്പോൾ നമ്മളെപ്പോഴും ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണം, പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പപ്പടക്കറിയൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ, തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഉച്ചയൂണിന് എന്തൊക്കെ കറിയാന്ന് കാണണ്ടേ. അപ്പം ചോറ്, പരിപ്പ് കറി, പരിപ്പും തക്കാളിയും കൂടെ ചാറുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പപ്പടക്കറി, പിന്നെ പാവയ്ക്ക തോരൻ, മീൻ വറുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു കേട്ടോ.